പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 8-ാം വാക്യം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. പ്രിയ മക്കളെ, ഒരുവന്റെ ജീവിതത്തിൽ ഇടയൻ വന്നാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുവാൻ ചിന്തിക്കുന്നത്. അതായത് ഇവിടെ പറയുന്നിട്ട് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മെ ഓരോരുത്തരെയും കാത്തു പരിപാലിക്കുന്ന ആ ഒരു നിമിഷം നാം ഒന്ന് ഓർത്തു നോക്കണം. പലപ്പോഴും ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിച്ചിരിക്കാം. നമ്മെ മറ്റുള്ളവർ ആക്രമിക്കാൻ വന്നപ്പോൾ പല വിധത്തിൽ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കാം. നാം അത് ഓർക്കുകയില്ല. കർത്താപ്പച്ച നമ്മോട് കൂടെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും നാം പലതിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഇടയന്മാർ കാവൽ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആടിന് പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാ യഹോവ നമ്മെ കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ, നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ഇടയൻ, അതായത് നാഥൻ ഇല്ലെങ്കിൽ ആടുകൾ ചിതറിപ്പോകും. നമ്മുടെ അപ്പൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് വ്യാകുലങ്ങൾ ഏറെയായിട്ട് കടന്നു വരും, നിരാശകൾ കടന്നു വരും. എന്ത് ചെയ്യണമെന്നറിയാതെ, എല്ലാം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മളെ പ്രയാസത്തിലൂടെ കടക്കേണ്ടതായിട്ട് വരും. ഇവിടെ പറയാൻ ഇടയൻ ഇല്ലെങ്കിൽ ആടുകൾ ചിതറിപ്പോകും. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 22-17 വ്യക്തമായി പറയുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ഇസ്രായേലൊക്കെയും പർവ്വതങ്ങൾ ചിതറിയിരിക്കുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. നോക്കൂ, ഇടയനില്ലാത്ത ആടുകളെ പോലെ നാഥൻ ഉണ്ടെങ്കിൽ ചിതറുവാൻ അനുവദിക്കില്ല. നമ്മോട് കൂടെ നമ്മുടെ അപ്പനുണ്ടെങ്കിൽ നാം ചിതറിപ്പോകുവാൻ അനുവദിക്കില്ല. മറ്റുള്ള കൂട്ടത്തിൽ അകപ്പെടുവാൻ അനുവദിക്കില്ല. ശത്രുവിന് ഇടം കൊടുക്കുവാൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-1 മുതലുള്ള വാക്യം നാം നോക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രിയ മക്കളെ, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞവനെ അനുഗമിക്കുന്നു. പ്രിയ മക്കളെ നോക്കൂ, ഹല്ലേലൂയ. ഇടയൻ ആടുകളുടെ മുമ്പേ നടക്കുക. എന്തിനാ? ശത്രുക്കൾക്ക് ഇടം കൊടുക്കുവാൻ അനുവദിക്കാതെ, ശത്രു നമ്മെ ആക്രമിക്കുവാൻ അനുവദിക്കാതെ കർത്താവ് അപ്പച്ച് നമ്മുടെ മുന്നമേ പോകുക. ആ കല്ലും മുള്ളും ഒക്കെ മാറ്റി നല്ല പാതയിലൂടെ നമ്മെ നടത്തുവാൻ വേണ്ടി അപ്പൻ മുമ്പേ നടക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി നല്ല വഴി കാണിച്ചു തരുന്നു. കൂടാതെ നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരിക. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ഇവിടെ പറഞ്ഞല്ലോ, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകും. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും പേർ ചൊല്ലി വിളിക്കുന്ന നല്ലൊരു പിതാവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. കർത്താപ്പച്ചന്റെ ശബ്ദം കേൾക്കുവാൻ നാം കാതോർത്തിരിക്കുകയാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അപ്പന്റെ വഴിയെ പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ശബ്ദത്തിന് നമ്മൾ ഇടം കൊടുക്കണം, അതിന് ചെവി കൊടുക്കണം. ഹല്ലേലൂയ. മത്തായി എഴുതിയ സുവിശേഷം 9:36 പറയുന്നു, അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ കർത്താവ് നാം ഒറ്റപ്പെട്ടവരായി കാണുമ്പോൾ, മറ്റുള്ളവരിൽ നിന്ന് അകന്ന് കഴിയുന്നത് കാണുമ്പോൾ, മറ്റുള്ളവർ നമ്മെ അകറ്റി നിർത്തുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൽ നിന്ന് നാം മാറിപ്പോയെന്ന് മനസ്സിലാകുമ്പോൾ അപ്പന് നമ്മോട് മനസ്സലിവ് തോന്നും. ഹല്ലേലൂയ. കർത്താപ്പച്ചൻ എപ്പോഴും ഇതുപോലെയാ, നമ്മോടൊരു മനസ്സലിവുണ്ട്. ഹല്ലേലൂയ. അതെങ്ങനെയാ ഈ മനസ്സലിവെന്ന് പറയുന്നത്? ഒരു വ്യക്തിയുടെ ഉള്ളത്തെ ആഴത്തിൽ മനസ്സിലാക്കി അതിനെ
പരിഹരിക്കുന്നതാണ്. അപ്പനെ അറിയത്തുള്ളൂ നമ്മുടെ മനസ്സിലെ ഹല്ലേലൂയ എന്തിനാണ് നമ്മളെ അകറ്റി നിർത്തിയത്, എന്തിലാണ് നമ്മൾ ഒറ്റപ്പെടൽ അനുഭവിച്ചത്, ഏത് വിഷയത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഹല്ലേലൂയ നമ്മെ നന്നായിട്ട് അറിയുന്ന നല്ലൊരു പിതാവാണ് നമ്മോട് കൂടെയുള്ളത്. ആ നല്ല ഇടയൻ നമ്മുടെ നാഥൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മെ പേർ ചൊല്ലി വിളിക്കുകയും നടക്കേണ്ടുന്നതായ പാതകൾ നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പാത ഹല്ലേലൂയ നമ്മൾ പിൻപറ്റുന്നവരായിരിക്കണം, അപ്പനോട് ചേർന്ന് നടക്കുന്നവരായിരിക്കണം. നമ്മെ പതുക്കെ പതുക്കെ നടത്തുവാൻ, ക്ഷീണിതരായിരിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുവാൻ, നമ്മുടെ കരങ്ങളിൽ പിടിക്കുവാൻ നമ്മുടെ പിതാവ് കൂടെയുണ്ട്. ഹല്ലേലൂയ മനസ്സലിയുന്ന നല്ലൊരു പിതാവ്. അതായത് കഷ്ടതയും പ്രയാസവും ദുഃഖവും അതിനോട് ചേർന്ന് വരുന്നത് എല്ലാം ഈ മനസ്സലിവിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഹല്ലേലൂയ നമ്മുടെ അപ്പൻ മനസ്സലിയും. മനുഷ്യരൊക്കെ എന്താണ് ഹല്ലേലൂയ പലപ്പോഴും നമ്മെ തള്ളിക്കളയും. ഹല്ലേലൂയ പല കാരണങ്ങളാൽ നമ്മളെ മാറ്റി നിർത്തും. പക്ഷേ അവിടെയെല്ലാം നമ്മോട് മനസ്സലിഞ്ഞ് കൂട്ടിച്ചേർക്കുന്ന നല്ലൊരു നാഥൻ, നല്ലൊരു ഇടയൻ നമ്മുടെ ഹല്ലേലൂയ യേശുവപ്പൻ മാത്രമാണ്. ഹല്ലേലൂയ ഇടയൻ നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ സിംഹവും അകത്ത് കടക്കാതെ അനുവദിക്കയില്ല, കടക്കാതെ ഹല്ലേലൂയ അക്രമത്തിൽ നിന്നെല്ലാം നമ്മെ സംരക്ഷിക്കും. ഹല്ലേലൂയ പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മെ സംരക്ഷിക്കുന്ന അപ്പൻ. ആമോസിന്റെ പുസ്തകം 3:12 പറയുന്നുണ്ട്, ഒരു ഇടയൻ 2 കാലോ 1 കാതോ സിംഹത്തിന്റെ വായിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ. ഹല്ലേലൂയ നോക്കൂ, ഒരു ഇടയൻ എങ്ങനെയാ അതിന് വിട്ടുകൊടുക്കത്തില്ല. എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ നമ്മുടെ അപ്പൻ അതുപോലെയാണ്. പ്രിയ മക്കളെ, ഹല്ലേലൂയ കഷ്ടതയിലൂടെ കടത്തിവിടുവാൻ നമ്മെ അനുവദിക്കില്ല. നമ്മെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്, ആ മനസ്സലിവാണ് നമ്മുടെ അപ്പനുള്ളത്. ഹല്ലേലൂയ ദുഷ്ടൻ എന്താ നോക്കുന്നത്, എങ്ങനെയെങ്കിലും നമ്മളെ ചതിക്കുഴിയിൽ അകത്ത് ഹല്ലേലൂയ വിടണമെന്ന് പറഞ്ഞ് കുഴിച്ച് താഴ്ത്തണമെന്നും പറഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ അപ്പൻ എന്താ നമ്മെ അതിൽ നിന്നെല്ലാം വലിച്ചെടുക്കുവാനാണ് നോക്കുന്നത്. ഹല്ലേലൂയ ആടിനെ വിടുവിച്ചെടുക്കുന്നത് പോലെ നമ്മുടെ നല്ല നാഥൻ നമ്മയും സിംഹത്തിന്റെ വായിൽ നിന്ന്, അതായത് ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കും. ഹല്ലേലൂയ അതിലൊരു യാതൊരു സംശയവുമില്ല. പ്രിയ മക്കളെ, അപ്പനിലാണോ നാം ആശ്രയം വെച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ സംരക്ഷിക്കും. നമുക്കറിയാമല്ലോ, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലിട്ടപ്പോൾ ഹല്ലേലൂയ എങ്ങനെയായിരുന്നു സിംഹത്തിന്റെ വായടയ്ക്കുവാൻ അപ്പൻ സന്നദ്ധനായിരുന്നു. ഹല്ലേലൂയ നോക്കൂ, സിംഹത്തിന്റെ കുഴിയിൽ വരെ ഇട്ടു, പക്ഷേ അവിടെ നമ്മെ വിടുവിച്ചെടുക്കണം. നമ്മെ മറ്റുള്ള കഷ്ടങ്ങളിലൂടെ ഒക്കെ കടത്തി വിടുമ്പോഴും അവിടെ നിന്നൊക്കെ രക്ഷിക്കുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. സ്വർഗീയ ദൂതന്മാരെക്കാൾ ഹല്ലേലൂയ ദൂതന്മാരെ കൊണ്ട് നമ്മെ കാവൽ ചെയ്യുന്ന നല്ലൊരു പിതാവാ നമുക്കുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമക്കളെ. ഹല്ലേലൂയ നമ്മെ കാത്തു പരിപാലിക്കണമേ, ശത്രുവിന് ഇടം കൊടുക്കാതെ കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം വിഷയങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ നോക്കൂ, ഇവിടെ എന്താണ് പറഞ്ഞത്, ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. പ്രിയ മക്കളെ, നമ്മയും സംരക്ഷണം ചെയ്യുന്ന നല്ല പിതാവിന്റെ കരങ്ങളിലാണ് നാം ഓരോരുത്തരുമായി തീരുന്നത്. ഹല്ലേലൂയ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ ദൈവിക സംരക്ഷണം നല്ലവണ്ണം അനുഭവിപ്പാൻ, രുചിച്ചറിയുവാൻ കർത്താവേ ഇടയാകണമേ. കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നുവെന്ന് ഹല്ലേലൂയ ജീവിതത്തിൽ അനുഭവിപ്പാൻ കർത്താവിന്റെ മനസ്സലവും മനസ്സിലാക്കി ഞാൻ കായ്ത്തീരുവാൻ ദൈവമേ സഹായിക്കണമേ. ഇന്നത്തെ വചനം ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതലിന് കാരണമായി തീരട്ടപ്പ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ വരവിനെ നോക്കി പാർക്കുവാൻ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോ മക്കളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.